ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു അംബ്രല്ല കുർത്തിയാണ് ചെയ്യുന്നത്. ക്രേപ്പിൻ്റെ മെറ്റീരിയൽ എടുത്തേക്കുന്നത് 3.5 മീറ്റർ എടുത്തിട്ടുണ്ട്. ലൈനിങ് എടുത്തിട്ടില്ല. ഇതിൻ്റെ വീതി 40 ഇഞ്ചാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് വെച്ചാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആദ്യം യോക്ക് പോർഷൻ്റെ കട്ടിംഗ് ആണ് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് വേണ്ട തുണി ഇതുപോലെ എടുത്ത് 4ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. 2 ഓപ്പൺ സൈഡും ഒരു ഫോൾഡഡ് സൈഡും. ഇവിടെ ഫുൾ ഫോൾഡഡ് സൈഡാണ്. ഇനി ഇതിൻ്റെ ലെങ്ത് എടുത്തേക്കുന്നത് 13.5 ഇഞ്ചാണ്. എനിക്ക് റെഡി ലെങ്ത് 12.5 ഇഞ്ച് മതി. 1 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് 13.5 ഇഞ്ച് ലെങ്ത് എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഷോൾഡറാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ടോട്ടൽ ഷോൾഡറിൻ്റെ പകുതിയാണ് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. എനിക്ക് 6.5 ഇഞ്ചാണ്. അത് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് താഴത്തേക്ക് ആം ഹോളിന് വേണ്ടിയിട്ട് 6.25 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യണത്. അതൊരു സ്ട്രൈറ്റ് ലൈൻ വരച്ച് യോജിപ്പിക്കണം. ഇനി താഴത്തെ പോയിന്റിൽ ചെസ്റ്റ് റൗണ്ടിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് 2 ഇഞ്ച് ലൂസിങ് ആഡ് ചെയ്യണം. അപ്പോൾ കിട്ടുന്നത് മറിക്കണം. എനിക്കിപ്പോൾ 10.5 ഇഞ്ചാണ് കിട്ടുന്നത്. കറക്റ്റ് 10.5 ഇഞ്ച് തന്നെ അവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ താഴെ വേസ്റ്റ് റൗണ്ടിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്ത് 2 ഇഞ്ച് ലൂസിങ് ആഡ് ചെയ്യുമ്പോൾ 9.5 ഇഞ്ചാണ് കിട്ടണേ. അതും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ അത് തമ്മിൽ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി താഴെയായിട്ട് 1 ഇഞ്ച് മേലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആം ഹോളാണ് വരയ്ക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം വരച്ച ലൈൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യണം. ടേപ്പ് ഇതുപോലെ വെച്ചിട്ട് 2ആയിട്ട് മടക്കി അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ കോർണറിൽ നിന്ന് 1.5 ഇഞ്ച് മേലെയായിട്ട് ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ പോയിന്റിൽ കൂടി ബാക്കിലെ ആം ഹോളാണ് ആദ്യം വരച്ച്. ഇനി കുറച്ച് കുഴിച്ചിട്ട് ഇതേപോലെ ഫ്രണ്ടിലെ ആം ഹോളും വരച്ചു കൊടുക്കുന്നുണ്ട്. അടുത്തത് നെക്കാണ്. നെക്ക് വിട്ട് എപ്പോഴത്തെയും പോലെ തന്നെ 4 ഇഞ്ചാണ് എടുക്കണേ. നെക്കിൻ്റെ ഇറക്കം 4.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. എന്നിട്ടതൊരു ബോക്സ് പോലെ വരച്ചിട്ട് റൗണ്ട് ഷേപ്പാണ് വരച്ചു കൊടുക്കണേ. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒരേ കഴുത്ത് തന്നെയാണ് വരയ്ക്കണേ. ഇനി കഴുത്തും ബാക്കിലെ ആം ഹോളും കൂടിയിട്ട് ആദ്യം കട്ട് ചെയ്ത് മാറ്റുകയാണ്. അതിനുശേഷം ഫ്രണ്ടിലെ കഴുത്ത് കുഴിച്ച് വെട്ടാൻ വേണ്ടിയിട്ട് ബാക്കിലെ പീസ് എടുത്ത് മാറ്റണം. എന്നിട്ട് ഫ്രണ്ടിലെ കഴുത്ത് നമ്മൾ ഇതുപോലെ കുഴിച്ച് വെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ യോക്ക് പോർഷൻ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കഴുത്ത് ഫിനിഷ് ചെയ്യാനായിട്ട് ഒരു ക്രോസ് പീസ് എടുക്കുക. എന്നിട്ട് 2ആയിട്ട് മടക്കി തുറന്ന വശം കഴുത്തിൽ വെച്ച് കൊടുത്തിട്ട് ഓരോ സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്യുക. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ആ സ്റ്റിച്ച് പൊട്ടാത്ത രീതിയിൽ കുഞ്ഞി കുഞ്ഞി കട്ട്സ് ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് മോശം വശത്തേക്ക് മടക്കി തയ്ക്കാനായിട്ട്. ഇനി സ്കേർട്ട് പോർഷനാണ്. അത് നമ്മൾ അംബ്രല്ല കട്ടാണ് ചെയ്യുന്നത്. നമ്മൾ 3.5 മീറ്റർ തുണിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനായിട്ട് അതിൽ നിന്ന് നമ്മൾ യോക്ക് പോർഷനും കട്ട് ചെയ്ത് മാറ്റി സ്ലീവ്സിന് വേണ്ടിയിട്ടുള്ള 1/4 ഇഞ്ചും ഞാൻ മുറിച്ച് മാറ്റി. ബാക്കിയുള്ള തുണി ഇതുപോലെ 2ആയിട്ട് ഇട്ടേക്കുവാണ്. ഞാൻ സ്ലീവ്സിനുള്ള തുണി മാറ്റി കഴിഞ്ഞപ്പോൾ ഇതേപോലെ 2 പീസായിട്ടാണ് കിട്ടിയത്. ഇതിൽ ഫോൾഡഡ് സൈഡ് എവിടെയും ഇല്ല, 2 പീസായിട്ടാണ് ഇരിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് പിടിച്ച് നമ്മൾ ട്രയാങ്കിൾ പോലെ വെച്ച് കൊടുക്കുകയാണ്. കണ്ടോ, ഇതേപോലെയാണ് നമുക്ക് അങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ വെച്ച് കഴിയുമ്പോൾ കിട്ടുന്നത്. ഇനി ആ ഭാഗത്തായിട്ടാണ് നമ്മൾ വേസ്റ്റിൻ്റെ മാർക്കിങ് ചെയ്യുന്നത്. അവിടുന്ന് താഴത്തേക്ക് നമ്മൾ ലെങ്ത്തും മാർക്ക് ചെയ്യും. ഇനി അതിൻ്റെ ഫോൾഡഡ് സൈഡ് ഞാൻ എൻ്റെ നേരെ ഇതുപോലെ എടുത്തിട്ടിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ വേസ്റ്റ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച യോക്ക് പോർഷൻ ഉണ്ടല്ലോ, അത് ഇതേപോലെ താഴത്തേക്ക് ഇറക്കി വെക്കുക. എന്നിട്ട് അതിൻ്റെ അടിവശം കറക്റ്റായിട്ട് വരുന്നത് പോലെ വേണം വെക്കാനായിട്ട്. വെക്കുമ്പോൾ യോക്ക് പോർഷൻ്റെയും നമ്മൾ മടക്കി വെച്ചേക്കുന്ന സ്കേർട്ട് പോർഷനും ഇല്ലേ, ഇതിൻ്റെ രണ്ടിൻ്റെയും ഫോൾഡഡ് സൈഡ് ഒരുമിച്ച് വേണം വെക്കാനായിട്ട്. അങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇനി ആ യോക്ക് പോർഷൻ്റെ അടിവശം ഇതേപോലെ ചോക്ക് വെച്ച് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളിനി സ്കേർട്ട് പോർഷൻ്റെ ലെങ്ത്താണ് മാർക്ക് ചെയ്യാൻ പോണേ. ഇപ്പോൾ വരച്ച ആ പോയിന്റിൽ നിന്ന് താഴത്തേക്ക് 33 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത് സ്കേർട്ട് പോർഷൻ്റെ ലെങ്ത്ത്. നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ച് അത് കൂട്ടിയും കുറച്ച് കൊടുക്കുക. എനിക്ക് 31.5 ഇഞ്ച് മതി. തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്തിട്ടാണ് 33 ഇഞ്ചിൽ മാർക്ക് ചെയ്തത്. ഇതേപോലെ ടേപ്പ് മാറ്റി വെച്ചിട്ട് 33 ഇഞ്ച് നമ്മൾ ഈ റൗണ്ടിൽ ഇതേപോലെ മാർക്ക് ചെയ്യുവാണ്. അങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. വേസ്റ്റും കട്ട് ചെയ്യുന്നുണ്ട്. ലെങ്ത്ത് മാർക്ക് ചെയ്തതും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ അടിവശം ഇതാ ഇങ്ങനെയാണ് നമുക്ക് കിട്ടണേ. അടിവശത്ത് 2 പീസ് കുറവാണ്. അത് നമുക്ക് വെട്ടി വയ്ക്കാനായിട്ട് എക്സ്ട്രാ 2 പീസ് വേറെ വെച്ച് കൊടുക്കണം. അത് നമുക്ക് താഴത്തുനിന്ന് തന്നെ വെച്ച് കൊടുക്കാം. ഇതേപോലെ കണ്ടോ, അവിടെയാണ് 2 പീസ്
ലെങ്ത്ത് കുറവായിട്ടുള്ളത്. അടിയിൽ 2 പീസും കറക്റ്റ് ലെങ്ത്താണ്, മുകളിലുള്ള 2 പീസിനും ലെങ്ത്ത് കുറവാണ്. അത് നമ്മൾ എക്സ്ട്രാ വെച്ച് കൊടുക്കണം. അതിനായിട്ട് ഈ വെട്ടി മാറ്റി കഴിഞ്ഞിട്ടുള്ള തുണി ഉണ്ടല്ലോ, അതിൻ്റെ ഈ ഭാഗം ഇതേപോലെ അതിൻ്റെ പുറത്തേക്ക് എടുത്ത് വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ചോക്ക് വെച്ചിട്ട് ഇതേപോലെ നമുക്ക് പുറമെ തൊടുമ്പോൾ അറിയാൻ പറ്റുമല്ലോ അടിയിൽ എന്തോരം തുണി ഉണ്ടെന്ന്, അതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി അതേ ഷേപ്പിൽ. എന്നിട്ടത് കട്ട് ചെയ്ത് മാറ്റി കഴിയുമ്പോൾ ഇതേപോലെ 2 എക്സ്ട്രാ പീസ് നമുക്ക് കിട്ടും. ഇത് നമുക്കിനി അതിൽ തുന്നി പിടിപ്പിക്കണം. അതിനായിട്ട് ഞാൻ ഈ സ്കേർട്ട് പോർഷൻ ഒന്ന് വിതർത്ത് വെച്ച് കാണിച്ചു തരാമേ. ഇതിപ്പോൾ ഫ്രണ്ടിലെ പോർഷൻ മാത്രമാണ്. ഇങ്ങനെയാണ് ആ 2 പീസ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇത് തുന്നി പിടിപ്പിക്കാനായിട്ട് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് 1 2 സ്റ്റിച്ച് കൊടുത്ത് അവിടെ അറ്റാച്ച് ചെയ്തേക്കുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് നിവർത്തുമ്പോഴത്തേക്കും നമുക്കത് ഇതേപോലെ ആ സർക്കിള് കംപ്ലീറ്റ് ആവുന്ന പോലെ കിട്ടും. ഇതേപോലെ ബാക്കിലെ പോർഷനും സ്റ്റിച്ച് ചെയ്തെടുക്കണേ. ഇനി സ്ലീവ്സ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി മുറിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നല്ലോ 1/4 മീറ്റർ തുണി, അത് ഇതേപോലെ 4ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളതിൽ മാർക്കിങ് ചെയ്യാൻ പോകണം. ആം ഹോളിന് വേണ്ടി നമ്മൾ 6.25 ഇഞ്ച് എടുത്ത്, അപ്പോൾ 2 ഇഞ്ച് ലൂസിങ് ആഡ് ചെയ്ത് ഇവിടെ 8.25 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. അവിടുന്ന് താഴത്തേക്ക് 3.5 ഇഞ്ചിൽ ആം ഹോളിന് വേണ്ടിയിട്ട് ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണ് ആ 2 പോയിൻറ്റുകളും തമ്മിൽ. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുന്നുണ്ട്. ആ സെൻറ്ററിൽ കൂടിയിട്ടാണ് നമ്മൾ ഇനി ആം ഹോള് ഇതേപോലെ കുഴിച്ച് വരയ്ക്കുന്നത്. കണ്ടോ? ഇനി സ്ലീവിൻ്റെ ലെങ്ത്താണ് മാർക്ക് ചെയ്യാൻ പോണേ. 13 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ടാണ് 13 ഇഞ്ച് ലെങ്ത്ത് എടുത്തത്. ഇനി സ്ലീവിൻ്റെ ബോട്ടം വിഡ്ത്താണ്, അത് 6 ഇഞ്ച്. എന്നിട്ട് ഈ പോയിൻറ്റുകൾ തമ്മിൽ യോജിപ്പിച്ചിട്ട് സ്ലീവ്സ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുവാണേ. സ്കേർട്ട് പോർഷനും യോക്ക് പോർഷനും തമ്മിൽ ഇനി കൂട്ടി തയ്ക്കണം. അതിനായിട്ട് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കണം. അതിൽ 2 സ്റ്റിച്ച് കൊടുത്ത് അത് തമ്മിൽ അറ്റാച്ച് ചെയ്തേക്കുക. അതേപോലെ ബാക്കിലെ പോർഷനും അറ്റാച്ച് ചെയ്തെടുക്കണം. ഇനി സ്ലീവ്സ് വെച്ച് കൊടുക്കാനായിട്ട് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ, സ്ലീവ്സിൻ്റെയും ഷോൾഡറിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കണം. എന്നിട്ട് ഷോൾഡറിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് 2 അറ്റത്തോട്ടും പോയി തിരിച്ച് ഷോൾഡറിൽ തന്നെ നിർത്തണം. ഇതേപോലെ അടുത്ത സ്ലീവ്സും ചെയ്തെടുക്കണം. ഇനി ഫിറ്റിങ്സ് ആണ്, അത് സ്ലീവ്സ് തൊട്ട് താഴെ വരെ സ്റ്റിച്ച് കൊടുക്കുക. പിന്നെ നമ്മുടെ ഷേപ്പിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്യണം. അടിവശം മടക്കി തയ്ക്കണം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ടോപ്പ് കിട്ടുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.